എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ റീചാർജ് ചെയ്യാവുന്ന 12 വോൾട്ട് DC ബാറ്ററി ചാർജ് ചെയ്യാനായി ഒരു സോളാർ പാനൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും ചാർജിംഗ് സമയം കണ്ടെത്താനും പഠിക്കാം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. റീചാർജ് ചെയ്യാവുന്ന ബാറ്ററി ചാർജ് കൺട്രോളറുമായി ബന്ധിപ്പിക്കുന്നു. ചാർജ് കൺട്രോളറിലേക്ക് സോളാർ പാനൽ ബന്ധിപ്പിക്കുന്നു. ചാർജിംഗ് സമയം കണ്ടെത്തുന്നു. ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് ആവശ്യമായ ടൂളുകളും എക്യുപ്മെൻറ്റുകളും മെറ്റീരിയലുകളും നമുക്ക് ശേഖരിക്കാം. പ്രോബുകളുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്റർ, ട്രെയിനിയുടെ ടൂൾ കിറ്റ്, ക്രിമ്പിംഗ് ടൂൾ, സോളാർ ചാർജ് കൺട്രോളർ ടൈപ്പ് PWM, സിസ്റ്റം വോൾട്ടേജ് 12 to 24 വോൾട്ട്, പരമാവധി ഔട്ട്പുട്ട് കറണ്ട് 50 ആംപ്സ്, ബാറ്ററി 12 വോൾട്ട് 10 ആംപ്സ്. ബന്ധിപ്പിക്കുന്ന വയറുകൾ 6 ചതുരശ്ര മില്ലിമീറ്റർ, ചുവപ്പും കറുപ്പും ഓരോന്നും 1 മീറ്റർ വീതം, 1.5 ചതുരശ്ര മില്ലിമീറ്റർ, ചുവപ്പും കറുപ്പും ഓരോന്നും 1 മീറ്റർ വീതം. DC സർക്യൂട്ട് ബ്രേക്കർ, സിംഗിൾ പോൾ 12 to 250 വോൾട്ട്സ് DC 6 ആംപ്സ്. ലെഗ് ടെർമിനലുകൾ അല്ലെങ്കിൽ റിംഗ് ടൈപ്പ് 6 ചതുരശ്ര മില്ലിമീറ്ററും 1.5 ചതുരശ്ര മില്ലിമീറ്ററും. റീചാർജ് ചെയ്യാവുന്ന ബാറ്ററി ചാർജ് കൺട്രോളറുമായി ബന്ധിപ്പിക്കുന്നു. സുരക്ഷാ മുൻകരുതലുകൾ: ബാറ്ററികൾ, സോളാർ പാനലുകൾ തുടങ്ങിയ DC സർക്യൂട്ടുകളിൽ പ്രവർത്തിക്കുമ്പോൾ ശരിയായ പൊളാരിറ്റി നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ്. തെറ്റായ പൊളാരിറ്റി ഷോർട്ട് സർക്യൂട്ടിലേക്കോ റിവേഴ്സ് കറണ്ട് ഫ്ലോയിലേക്കോ നയിച്ചേക്കാം. ഇത് ബാറ്ററി, ചാർജ് കൺട്രോളർ അല്ലെങ്കിൽ മറ്റ് കണക്ട് ചെയ്ത ഉപകരണങ്ങളെ നശിപ്പിക്കും. ചാർജ് ചെയ്യേണ്ട റീചാർജബിൾ ബാറ്ററി എടുത്ത് അതിൻ്റെ പ്രിന്റ് ചെയ്തിരിക്കുന്ന വിശദാംശങ്ങൾ നിരീക്ഷിക്കുക. ടെർമിനലുകൾക്ക് സമീപം പ്രിന്റ് ചെയ്തിരിക്കുന്ന അടയാളങ്ങൾ ഉപയോഗിച്ച് ബാറ്ററിയുടെ പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുകൾ തിരിച്ചറിയുക. DC വോൾട്ടേജ് അളക്കാൻ മൾട്ടിമീറ്റർ സജ്ജമാക്കുക. മൾട്ടിമീറ്റർ റെഡ് പ്രോബ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലും ബ്ലാക്ക് പ്രോബ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലും സ്ഥാപിക്കുക. അളന്ന ബാറ്ററി വോൾട്ടേജ് നോട്ട് ചെയ്യുക. ചാർജ് കൺട്രോളറിലേക്കും സർക്യൂട്ട് ബ്രേക്കറിലേക്കും ബാറ്ററി ബന്ധിപ്പിക്കുന്നതിന് ആവശ്യമായ 2 ഇലക്ട്രിക്കൽ വയർ അളന്ന് മുറിക്കുക. 12 മില്ലിമീറ്ററിൽ 2 അറ്റത്തും ഇൻസുലേഷൻ സ്ലീവ് നീക്കം ചെയ്യുക. കാണിച്ചിരിക്കുന്നത് പോലെ കേബിൾ ലഗ് ടെർമിനലുകളിൽ കണ്ടക്ടർ ഇൻസേർട്ട് ചെയ്യുക. കേബിളിൻ്റെ 2 അറ്റത്തും ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ച് ലഗുകൾ ക്രിം ചെയ്ത് ബാറ്ററി ടെർമിനലുകളുമായി ബന്ധിപ്പിക്കുക. കാണിച്ചിരിക്കുന്നത് പോലെ ബാറ്ററി പോസിറ്റീവ് ടെർമിനലുമായി സീരീസിൽ DC സർക്യൂട്ട് ബ്രേക്കർ ബന്ധിപ്പിക്കുക. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനെ ചാർജ് കൺട്രോളറിൻ്റെ പോസിറ്റീവ് ബാറ്ററി ടെർമിനലിലേക്ക് ഒരു DC സർക്യൂട്ട് ബ്രേക്കർ വഴി ബന്ധിപ്പിക്കുക. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുകൾ ചാർജ് കൺട്രോളറിൻ്റെ നെഗറ്റീവ് ബാറ്ററി ടെർമിനലുമായി ബന്ധിപ്പിക്കുക. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ആവശ്യത്തിന് ടൈറ്റ് ചെയ്യുക. ചാർജ് കൺട്രോളറിലേക്ക് സോളാർ പാനൽ ബന്ധിപ്പിക്കുന്നു. സോളാർ പാനലിലെയും ചാർജ് കൺട്രോളറിലെയും ടെർമിനലുകൾ തിരിച്ചറിയുക. സോളാർ പാനലിൽ നിന്ന് സാധാരണയായി 2 വയറുകൾ പുറത്തു വരുന്നു. ഒരു പോസിറ്റീവ്, ഒരു നെഗറ്റീവ്. ചാർജ് കൺട്രോളറിന് സോളാർ പാനൽ കണക്ഷനായി ലേബൽ ചെയ്ത ടെർമിനലുകളും ഉണ്ട്. ഇവയെ പലപ്പോഴും പോസിറ്റീവ്, നെഗറ്റീവ് അടയാളങ്ങളോട് കൂടി സോളാർ അല്ലെങ്കിൽ PV എന്ന് മാർക്ക് ചെയ്തിരിക്കും. കണ്ടക്റ്റീവ് വയർ തുറന്നു കാട്ടുന്നതിനായി സോളാർ പാനലിലും കൺട്രോളറിലും ബന്ധിപ്പിച്ചിരിക്കുന്ന വയറുകളുടെ 2 അറ്റത്തു നിന്നും ഇൻസുലേഷൻ മുറിച്ച് സ്ട്രിപ്പ് ചെയ്യുക. സോളാർ പാനലിൽ നിന്ന് ചാർജ് കൺട്രോളറിലെ പോസിറ്റീവ് ടെർമിനലിലേക്ക് പോസിറ്റീവ് വയർ ബന്ധിപ്പിക്കുക. അതുപോലെ സോളാർ പാനലിൽ നിന്നുള്ള നെഗറ്റീവ് വയർ ചാർജ് കൺട്രോളറിലെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. കണക്ഷനുകൾ കാലക്രമേണ അയഞ്ഞു പോകുന്നത് തടയാൻ അവ ആവശ്യത്തിന് ടൈറ്റും സുരക്ഷിതവും ആണെന്ന് ഉറപ്പാക്കുക. ചില ചാർജ് കൺട്രോളറുകൾക്ക് വയറുകൾ സുരക്ഷിതമാക്കാൻ സ്ക്രൂ ടെർമിനലുകളോ മറ്റ് കണക്ടറുകളോ ഉണ്ട്. ചാർജിംഗ് സമയം കണ്ടെത്തുന്നു. സോളാർ പാനലും
റീചാർജബിൾ ബാറ്ററിയും ചാർജ് കൺട്രോളറുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചാർജ് കൺട്രോളറിൽ ബാറ്ററി വോൾട്ടേജ് പ്രദർശിപ്പിക്കും. ഡിസ്പ്ലേ കണക്ഷൻ സ്ഥിരീകരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഓരോ 5 മിനിറ്റിലും ബാറ്ററി വോൾട്ടേജും സമയവും ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. തുടക്കത്തിൽ ബാറ്ററി വോൾട്ടേജ് 12.1 വോൾട്ട് ആണ്. 30 മിനിറ്റ്സിന് ശേഷം ബാറ്ററി വോൾട്ടേജ് 12.3 വോൾട്ട് ആണ്. 60 മിനിറ്റ്സിന് ശേഷം ബാറ്ററി വോൾട്ടേജ് 12.5 വോൾട്ട് ആണ്. 120 മിനിറ്റ്സിന് ശേഷം ബാറ്ററി വോൾട്ടേജ് 12.5 വോൾട്ട് ആണ്. ബാറ്ററി ചാർജിംഗ് ടൈം എങ്ങനെ കണക്കാക്കാം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ചാർജിംഗ് കറണ്ട് ലഭിക്കുന്നതിന് സോളാർ പാനലിൻ്റെ പരമാവധി പവർ ഔട്ട്പുട്ടിനെ ബാറ്ററി വോൾട്ടേജ് കൊണ്ട് ഹരിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ 12 വോൾട്ട് 100 വാട്ട് സോളാർ പാനലും 12 വോൾട്ട് ബാറ്ററിയും ഉണ്ടെങ്കിൽ ചാർജിംഗ് കറണ്ട് ഏകദേശം 100 വാട്ട് 12 വോൾട്ട് കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്നത് ആണ്. അതായത് 8.33 ആംപിയറിന് തുല്യമാണ്. ചാർജിംഗ് സമയം കണക്കാക്കാൻ ബാറ്ററി കപ്പാസിറ്റിയെ ചാർജിംഗ് കറണ്ട് കൊണ്ട് ഹരിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 100 ആംപിയർ അവർ ബാറ്ററിയും 8.33 ആംപിയർ ചാർജിംഗ് കറണ്ടും ഉണ്ടെങ്കിൽ ചാർജിംഗ് സമയം ഏകദേശം 100 ആംപിയർ അവർ 8.33 ആംപിയർ കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്നത് അതായത് 12 മണിക്കൂറിന് തുല്യമാണ്. ഈ 12 മണിക്കൂർ ഒരു ഏകദേശ വാല്യൂ. സോളാർ പാനലിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തെയും ബാറ്ററിയുടെ കാര്യക്ഷമതയെയും അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടാം. ഒരു സോളാർ പാനലുമായി കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററിയുടെ ചാർജിംഗ് ടൈം കണക്കാക്കുന്നതിൽ ബാറ്ററി കപ്പാസിറ്റി, സോളാർ പാനൽ ഔട്ട്പുട്ട്, സൺലൈറ്റ് കണ്ടീഷൻസ്, എഫിഷ്യൻസി ലോസസ്, ചാർജിംഗ് സവിശേഷതകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഫാക്ടേഴ്സ് ഉൾപ്പെടുന്നു. ഈ വീഡിയോയിൽ നമ്മൾ റീചാർജബിൾ ബാറ്ററി ചാർജ് കൺട്രോളറുമായി ബന്ധിപ്പിച്ചു. ചാർജ് കൺട്രോളറിലേക്ക് സോളാർ പാനൽ ബന്ധിപ്പിച്ചു. ചാർജിംഗ് ടൈം കണ്ടെത്തി. ഇതോടെ ഈ എക്സസൈസ് അവസാനിക്കുന്നു. കണ്ടതിന് നന്ദി.